ഹലോ. ഇവിടെ ഇപ്പം നല്ല മഴയാണ് കേട്ടോ. അതായത് നല്ല രീതിയിൽ മഴ പെയ്യുന്നത് കാരണം ചെടികളിലെ പൂക്കളെല്ലാം പോയി. ഇപ്പോൾ ഇലച്ചെടികളാണ് സ്റ്റാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം മഴയത്ത് നമുക്ക് ഇലച്ചെടികളായതുകൊണ്ട് അത് നല്ല പച്ച കളറിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ചെടികളിൽ ചട്ടി നിറയെ കാട് പിടിച്ച് മീൻസ് കളകൾ ഇഷ്ടം പോലെ വളർന്നു വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ചെടികളിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള പൂവ് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. എസ്പെഷ്യലി നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് നട്ടിരിക്കുന്ന ചെടികൾ, അതായത് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് ചീഞ്ഞു പോകും. അതിൻ്റെ വേര് ചീഞ്ഞു പോയി നമ്മുടെ ചെടി തന്നെ നഷ്ടമായി പോകും. അതേസമയം അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വെള്ളമൊക്കെ കുത്തിവിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രത്യേകിച്ച് പച്ച നല്ല ലഷായിട്ട് കിളിച്ചു വരും ഈ ഒരു സമയത്ത് ചെടികളും. അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളമിടാൻ പാടില്ല. വളമിട്ട് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മഴക്കാലത്ത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ മഴക്കാലത്ത് നല്ല രീതിയിൽ തളിർത്ത് അതേപോലെ തന്നെ നല്ല തഴച്ചു വളരുന്ന ചെടിയാണ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വെക്കുന്ന നമ്മുടെ എവർഗ്രീൻ ആ ചെടിയെ, പിന്നെ ടട്ടിൽ വൈന്, അതുപോലെ ടാങ്കിൾഡ് ഹാർട്ട്, ഇതൊക്കെ നല്ല പോലെ തഴച്ചു വളരും. പക്ഷേങ്കിൽ വെള്ളം ഒത്തിരി നാളൊന്നും അല്ലെങ്കിൽ കുറേ കണ്ടിന്യൂസ് അങ്ങ് മഴയായിട്ട് അതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടി നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ചെടിയിൽ നിന്ന് ചട്ടിയിൽ നിൽക്കുന്ന പുല്ലൊന്നും പറിച്ച് കളയാൻ പറ്റാത്തൊരു ഇത്, കാരണം കണ്ടിന്യൂസ് മഴയാണല്ലോ, നമുക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും. അതേപോലെ തന്നെ നമ്മുടെ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസൺ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അത് തന്നെ വേറൊരു കാര്യം. പിന്നെ ഈ കായ്ക്കുന്ന മരങ്ങൾക്ക് മഴക്കാലത്ത് നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. കാരണം ഇതൊന്നും പെടർന്ന് വീഴാതിരിക്കാതെ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് നിർത്തണം. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് പേരുടെ ഇങ്ങനെ പെടർന്ന് വീണ് കണ്ടിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലെ പരിപാടി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് ഗാർഡനിൽ പോയി നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത പോലെ കണ്ടിന്യൂസ് മഴ ഇങ്ങനെ പെയ്തുകൊണ്ട്. മഴയത്ത് നല്ല രീതിയിൽ ശ്രദ്ധ വേണ്ട മറ്റൊരു ചെടിയാണ് നമ്മുടെ അഡീനിയം. അതുപോലെ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ ചുവട്ടിലെങ്ങും വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, ഇത് പറ്റുമെങ്കിൽ നമ്മളുകൊണ്ട് മഴവെള്ളം വീഴാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ചെടികൾ അപ്പോൾ മഴയത്തും പൂത്ത് നിൽക്കുന്ന നമ്മുടെ റോസാ ചെടികളാണ് ഇതൊക്കെ. മഴ തോർന്നിട്ടിപ്പോൾ പിന്നെ വീണ്ടും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് പറമ്പിലൊക്കെ അവസ്ഥ. പുല്ലൊക്കെയായി ഇങ്ങനെ നിൽക്കുകയാണ്. മഴ തോരട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.